നാട്ടിൻ പുറത്തിലാദ്യം കപ്പ കൃഷിയിൽ നേട്ടമുണ്ടാക്കിയ അടിമാലി സ്വദേശികളായ കർഷകരെ കാണാം. കൂമ്പൻപാറയിൽ 25,000 മൂട് കപ്പയാണ് ഇവർ നട്ടുവളർത്തിയത്. കൃഷി വിജയിച്ചതോടെ രണ്ടാം വട്ട കൃഷിക്കായി തയ്യാറെടുക്കുകയാണ് ഇവർ. മച്ചിപ്ലാവ് സ്വദേശികളായ പറമ്പേൽ ജോസഫ്, കോട്ടക്കൽ ബിനോയി എന്നീ കർഷകരാണ് കൂമ്പൻപാറയിൽ പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് കപ്പ കൃഷിയിൽ വിജയം നേടിയത്. വന്യമൃഗശല്യം മൂലം പലരും കപ്പ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുമ്പോഴാണ് ഇവരുടെ പരീക്ഷണം വിജയം കണ്ടത്. 12 ഏക്കറിലധികം സ്ഥലത്ത് 25,000-ഓളം ചുവട് കപ്പയാണ് കർഷകർ നട്ടുപരിപാലിച്ചത്. ഈ ഭൂമി തരിശായി കിടന്നൊരു ഭൂമിയാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങളിത് വെട്ടിത്തെളിച്ച് കപ്പ കൃഷി ഇത്രയും വലിയൊരു കൃഷി ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. കപ്പ കൃഷി ഇപ്പോൾ വിലയുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമാണ്. അത് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാറ്റൊന്നും പിടിച്ച് പോകാണ്ടിരുന്നാൽ നമുക്ക് പൈസ അത്യാവശ്യം കിട്ടും. ആദ്യ വിളവെടുപ്പിന് ശേഷം രണ്ടാം കൃഷിക്ക് ജോസഫും ബിനോയും തുടക്കമിട്ടു. വിലയുണ്ടെങ്കിൽ കപ്പ കൃഷി മെച്ചപ്പെട്ട വരുമാന മാർഗമാണെന്ന് ഇവർ പറയുന്നു. പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കർഷകർ രാവും പകലും നോക്കിയാലേ പന്നി രണ്ട് കുരങ്ങാണെങ്കിൽ അതിന് നമ്മൾ ഏത് സമയം ഓടിച്ചോണ്ടും ഇതുകൊണ്ട് നിന്നാലാണ് കൃഷി വിജയിച്ച് കിട്ടുള്ളൂ. രാത്രികാലത്ത് കാവൽ കിടന്നും കൃഷിയിടത്തിന് ചുറ്റും വേലി തിരിച്ചു കെട്ടിയുമാണ് ഇത്രയധികം സ്ഥലത്തെ കപ്പ കൃഷി ജോസഫും ബിനോയും കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള കളയെടുപ്പിനും വളമിടലിനും നല്ലൊരു തുക ചെലവാകും. ആദ്യ കൃഷി വിജയമായതോടെ പ്രതീക്ഷയിലാണ് ഇരുവരും. ന്യൂസ് 18 അടിമാലി. 91-ാം വയസ്സിലും കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്ന സൂപ്പർ വുമൺ കത്രീനാമച്ചിയെക്കുറിച്ചറിയാം ഇനി. തൃശൂരിലെ പല പ്രധാന കെട്ടിടങ്ങളും പണിത കോൺട്രാക്ടർ കത്രീനാമച്ചി പുതിയ തലമുറയ്ക്ക് ഒരു ഹീറോയാണ്. വാർദ്ധക്യം തോറ്റുപോകുന്ന മെയ്വഴക്കത്തോടെയാണ് കത്രീനമ്മച്ചി സിമന്റ് കൂട്ടുന്നതും മെറ്റലിറക്കുന്നതും. ഈ 92-ാം വയസ്സിലും ഉച്ചവെയിൽ പോലും വകവയ്ക്കാതെ പണിക്കിറങ്ങുന്ന കത്രീനമ്മച്ചി സൈറ്റിലെത്തിയാൽ എന്തു ജോലിയും ചെയ്യും. സഹായിക്കാൻ മകനും മകളും പേരക്കുട്ടിയുമടങ്ങുന്ന 30ഓളം പേരും കൂടെയുണ്ട്. വീട്ടിലെ പട്ടിണി മാറ്റാൻ 60 വർഷം മുമ്പ് സിമന്റും മണലും കുഴച്ചു തുടങ്ങിയതാണ് കത്രീനമ്മച്ചിയുടെ ജീവിതം. വർഷങ്ങൾക്കിപ്പുറം രൂപത്തിൽ മാത്രമാണ് മാറ്റം. സിമന്റും മണലും ചേർത്ത് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെക്കാൾ ഉറപ്പുണ്ട് ഇപ്പോഴും ഇവരുടെ മനസ്സിന്. ഞാൻ ഇപ്പൊ 62ാമത്തെ കൊല്ലാണ് വാർക്കപ്പണി. വടക്കനാലിന് മുമ്പിലേക്ക് 62 കൊല്ലമായി ഞാൻ വന്നിട്ട്. 62 കൊല്ലം കുറച്ച് നാള് സ്വയം കൂലിപ്പണിയിൽ നിന്നാലും പിന്നീടൊക്കെ ഞാൻ മൊത്തം കരാറെടുത്ത് യൂണിറ്റിന് എടുത്തിട്ടൊക്കെ പണിത് അങ്ങനെ മുന്നോട്ട് നീങ്ങി. എന്നിട്ട് ആളായി. അന്നാളിലൊക്കെ വടക്കനാലിന്റെ മുമ്പിലേക്കൊക്കെ വരണമെങ്കിൽ ഒരു നെഞ്ഞൊപ്പില്ലാത്ത പെണ്ണുങ്ങൾക്ക് വരാനും പറ്റില്ല. അങ്ങനത്തെ കാലഘട്ടങ്ങളായിരുന്നു. അന്നൊക്കെ അങ്ങനെ കെട്ടിയവൻ സുഖമില്ലാത്ത കാരണം മക്കളെ പുലർത്തേണ്ടതിന് തോന്നും. അങ്ങനെ അവിടുന്ന് മുന്നോട്ട് നീങ്ങി. ഇപ്പോ 91 വയസ്സായി. പുലർച്ചെ 4 മണിക്ക് സൈറ്റിലെത്തും. ജോലി കണ്ടെത്തുന്നതും കണക്ക് നോക്കുന്നതും മുതൽ എന്തും ചെയ്യും കത്രീനാമച്ചി. തൃശൂരിലെ അറിയപ്പെടുന്ന മിക്ക കെട്ടിടങ്ങളുടെയും നിർമ്മാണം കത്രീനമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ നടന്നു. പാറമേക്കാവ് ദേവസ്വം കെട്ടിടം, അമല ആശുപത്രി, രാഗം തിയേറ്റർ, സിറ്റി സെന്റർ, പൂങ്കുന്നം മേൽപ്പാലം, ചാലക്കുടി പാലം തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ ഈ വയസ്സിനിടെ പണിതു. എന്നാൽ സ്വന്തമായി എന്തുണ്ടാക്കി എന്നതിനുത്തരം ഇങ്ങനെ. പിന്നെ ഒന്നും സമ്പാദിച്ചില്ല. ജീവിക്കാൻ മറന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഞാനാണല്ലോ. കാരണം 9 വയസ്സ് തൊട്ട് പുല്ലങ്കണ്ണം കെട്ടി വിറക് കെട്ടി ജീവിച്ച ഇവർക്കറിയാം. അങ്ങനെ ജീവിച്ച ആള് ഞാൻ ഓട്ട് കമ്പനിയിൽ പണിതു. പലതും ചെയ്ത് IM വിജയന്റെ തൊട്ടടുത്ത് ആ കുന്നത്താറും ഞങ്ങൾ താമസിച്ചായിരുന്നു. പിന്നെ ചേറൂരിൽ നിന്ന് വന്നിട്ട് ഇത് ബാലയുടെ വീട്ടിൽ വിറവ് കെട്ടാൻ വരെ പോയിട്ടുണ്ട്. ഞാൻ കല്യാണ പണിക്ക് പോകും. എലിയെടുക്കാനേ കക്കുസ കുഴി എടുക്കാൻ പോവും. കിണർ കുത്തും. ശശി ടാങ്കിന്റെ എല്ലാ പണികളും ഇപ്പോഴും അക്ഷയക്കാരെ ഏത് പണിയുണ്ടെങ്കിൽ ഞാൻ പോവും. തെങ്ങുമ്മ കയറില്ല. തള്ളുവണ്ടി വലിക്കുന്ന തൃശ്ശൂരിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലോ. ഇപ്പോഴല്ലേ ഈ തമിഴന്മാരെ വണ്ടി ആൾക്കാർ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ അവിടെയാണ് അന്ന് സിമെന്റ് കിട്ടുള്ളൂ. 25 ചാക്ക് സിമെന്റ് എടുത്തിട്ടാണ് PSന്റെ കയറ്റി വലിച്ച് ഞാൻ കൊണ്ടുപോവാ അവിടത്തെ പണികൾക്കൊക്കെ. അങ്കമാലിയിൽ നിന്ന് ചാഴൂരിലെത്തി സ്ഥിരതാമസമാക്കിയതാണ് കത്രീനമ്മച്ചിയുടെ കുടുംബം. ഇപ്പോൾ പൂങ്കുന്നത്താണ് താമസം. വാർദ്ധക്യമായി ഇനി എന്ത് ചെയ്യാൻ എന്ന് നിസ്സഹായരാകുന്നവർക്ക് മുന്നിൽ ഒരു മാതൃകയാണ് കത്രീനമ്മച്ചി. ഒപ്പം പുതുതലമുറയ്ക്ക് പ്രചോദനവും.
എബി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. നാട്ടിലെങ്ങും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടാണ്. പരമ്പരാഗത ചുവരെഴുത്തുകൾക്കും പോസ്റ്ററുകൾക്കും പുറമെ സോഷ്യൽ മീഡിയ പ്രചരണത്തിനും ഇത്തവണ പ്രാധാന്യമേറെയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്രചരണത്തിലും വ്യത്യസ്തത തേടുകയാണ് സ്ഥാനാർത്ഥികൾ. അത്തരമൊരു പരീക്ഷണം കാണാം. നെടുമങ്ങാട് നഗരസഭയിലേക്കുള്ള LDF സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസാണിത്. ഇലകളിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വെട്ടിയെടുത്ത ശേഷം ചെറിയ വീഡിയോ നിർമ്മിക്കുന്നതാണ് ആശയം. തിരുവനന്തപുരം സ്വദേശി അരുൺലാലാണ് ആശയത്തിന് പിന്നിൽ. വീഡിയോ വൈറലായതോടെ അരുൺലാലിനെ മറ്റു സ്ഥാനാർത്ഥികളും സമീപിച്ചു കഴിഞ്ഞു. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഇലയിലെ ഒരു പോസ്റ്ററെങ്കിലും ചെയ്തു തീർക്കാനാകൂ. തേക്കിൻ്റെ ഇലകൾ ഉണക്കിയാണ് ലീഫ് ആർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതലും തേക്കിൻ്റെ ഇലയിലാണ് ചെയ്യുന്നത്. തേക്കിൻ്റെ ഇല ഉണങ്ങിയതിന് ശേഷം അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളൊരു സോങ്ങും ആഡ് ചെയ്ത് അവർക്കപ്പോൾ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനും വളരെ എളുപ്പത്തിൽ. അല്ലാതെ ഈ സാധാരണ നമ്മൾ ചുവരെഴുത്തും അല്ലെങ്കിൽ ഫ്ലക്സും ബാനേഴ്സും ഒക്കെയാണ് കൂടുതലും കാണുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ധാരാളം ഷെയർ ചെയ്യാനും അതുപോലെയൊക്കെയുള്ള ഓപ്ഷൻസിനാണ് കൂടുതലായിട്ടും ലീഫ് ആർട്ട് ഇപ്പം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ആവശ്യക്കാർ കൂടിയതോടെ നല്ല ഇല കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് അരുൺ. ന്യൂസ് 18 തിരുവനന്തപുരം. ജോലി തിരക്കുകൾക്കിടയിലും വീട്ടുമുറ്റത്ത് നിറയെ പൂക്കളെയും പക്ഷികളെയും വളർത്തുകയാണ് അടിമാലി സ്വദേശി റജി. വിവിധയിനം പക്ഷികളാണ് ഇവിടെയുള്ളത്. അടിമാലി കൊറ്റാഞ്ചേരിയിൽ റജിക്ക് പക്ഷി വളർത്തൽ ഹരമാണ്. ജോലി തിരക്കുകൾക്കിടയിൽ മനസ്സിന് ഊർജവും സന്തോഷവും കണ്ടെത്താനാണ് പക്ഷി വളർത്തലും പൂക്കളുടെ പരിപാലനവും റജി തുടങ്ങിയത്. കണ്ണൂർ തത്തകളും ആഫ്രിക്കൻ ലവ്ബേഴ്സും പെസന്റും ഓടിക്കളിക്കുന്നുണ്ട് ഇവിടെ. പക്ഷിക്കൂട്ടത്തിന് പുറമെ വിവിധയിനം പഴങ്ങളും പൂക്കളും ഇവിടുണ്ട്. കണ്ണൂർ തത്തകൾ ചില്ലറക്കാരല്ല. ജോഡിക്ക് 45,000 വില. പെസന്റിന് 25,000 വിലയുണ്ട്. ആഫ്രിക്കൻ ലവ്ബേഴ്സിനെ പരിപാലിക്കുന്ന നിരവധി പേരുണ്ടെങ്കിലും കണ്ണൂർ തത്തകൾ ഹൈറേഞ്ചിൽ അപൂർവമാണ്. തിനയും പഴങ്ങളുമാണ് ഭക്ഷണം. നന്നായി ഇണങ്ങുന്നവയാണ് റജിയുടെ പക്ഷികൾ. വർണ്ണ തൂവലുകൾ ഇളക്കി കൂടുകൾക്കുള്ളിൽ പക്ഷികൾ സ്വൈര്യവിഹാരം നടത്തും. വീടിന് സമീപത്തെ കുട്ടികൾ പതിവായി പക്ഷികളെ കാണാനെത്താറുണ്ട്. ഇത്തരം പക്ഷികളെ വളർത്തണമെങ്കിൽ രജിസ്ട്രേഷനും വനംവകുപ്പിന്റെ പരിശോധനകളും ആവശ്യമാണ്. രാജ്യത്തെ മികച്ച പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങളുമായും പക്ഷി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട പരിപാലന കാര്യങ്ങൾ ഓൺലൈനായും റജി മനസ്സിലാക്കിയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ തന്നെ ഇതിനോട് നല്ല താല്പര്യമുള്ള ആളാണ്. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിപുലമായിട്ട് നല്ല വില കൂടിയ കിളികളെ വാങ്ങി വളർത്താൻ തുടങ്ങി. അതിലൊരു വരുമാനത്തിലുപരി ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു രീതിയിൽ അതിനെ വളർത്തുന്നു. മത്സ്യകൃഷി, വിവിധയിനം പഴവർഗ്ഗങ്ങളുടെ കൃഷി എന്നിവയ്ക്കും റജിയും കുടുംബാംഗങ്ങളും സമയം കണ്ടെത്തുന്നുണ്ട്. ന്യൂസ് 18 അടിമാലി. പഴയ പ്രതാപകാലത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി വീഡിയോ കാസറ്റുകളുടെ വലിയ ശേഖരം ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് രാജാക്കാട് സ്വദേശി മഹേഷ് എന്ന ചെറുപ്പക്കാരൻ. ഒരു കാലത്ത് മഹേഷിന്റെ പ്രധാന വരുമാനം കൂടിയായിരുന്നു ഈ കാസറ്റുകൾ. IT വികസനം ആധുനിക ലോകത്തിൽ അനുദിനം വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വികസന മുന്നേറ്റത്തിൽ പഴയകാലത്തിന്റെ ഓർമ്മകളായി പലതും അവശേഷിക്കുകയാണ്. അത്തരം ഓർമ്മകളിലൊന്നാണ് രാജാക്കാട് കൃഷ്ണവിലാസം മഹേഷിന്റെ ഓഫീസ് മുറിയിലെ അലമാരയിൽ ഇന്നും നിരന്നിരിക്കുന്നത്. ഒരു കാലത്ത് സിനിമയെന്ന കലയെ വീടുകളിലെ സ്വീകരണ മുറികളിലേക്ക് എത്തിച്ചിരുന്നത്
ഈ കാസറ്റുകൾക്കുള്ളിലെ റോളുകളാണ്. 80കളിലെ ഓർമ്മകൾ അന്ന് മഹേഷിന്റെ പ്രധാന വരുമാന മാർഗവുമായിരുന്നു. അന്നത്തെ കാലത്ത് പുത്തൻ പണക്കാരുടെ സ്വീകരണ മുറികളിലെ രാജകിരീടമായിരുന്നു ടെലിവിഷനുകൾ. സിനിമയും സീരിയലുകളും റിമോട്ടുകൾ കൊണ്ട് അമ്മാനമാടാൻ അധികം ചാനലുകളും ഇല്ലാതിരുന്ന അക്കാലത്ത് ഏവരും ആശ്രയിച്ചിരുന്നത് VCPയും VCRും വീഡിയോ കാസറ്റുകളെയുമാണ്. അതുകൊണ്ട് തന്നെ ഇവ വാടകയ്ക്ക് നൽകി വരുമാനം കണ്ടെത്തുന്നതിനായി പുതിയതായി ഇറങ്ങുന്ന സിനിമകളുടെ പ്രിന്റുകൾ മഹേഷ് വാങ്ങി കൂട്ടുകയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീഡിയോ കാസറ്റുകൾക്ക് പകരം CD-കൾ പുറത്തിറങ്ങിയതോടെ ഇവ ഒരു പ്രതാപകാലത്തിന്റെ ഓർമ്മയായി അലമാരിയിൽ ഒതുങ്ങി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഒരു ഉത്സവം പോലെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വിശേഷ ദിവസങ്ങൾ, അതായത് ഓണം, ക്രിസ്മസ്, ബക്രീദ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ അവധി കിട്ടുമ്പം ആൾക്കാർ VCR അല്ലെങ്കിൽ VCP കാസറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ഇട്ട് കാണുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് മാറ്റം വന്നു. അന്നത്തെ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെൻ്റായിരുന്നു. കാസറ്റ് വാടകയ്ക്ക് കൊടുക്കുക, TV വാടകയ്ക്ക് കൊടുക്കുക, VCR VCP ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വാടകയ്ക്കൊക്കെ കൊടുത്തിട്ട്. അന്ന് നമുക്ക് മറ്റേ പണികൾ കുറവായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ആണെങ്കിലും സർവേയുടെ പണിയാണെങ്കിലും. അത് കാരണം ഞാനിപ്പോഴും അത് കളയാതെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇത് പല ആവശ്യങ്ങൾക്കും ചോദിച്ചതാണ്. ഈ ഫ്ലവർ നിർമ്മാണത്തിനൊക്കെ ഈ അന്യ സംസ്ഥാനക്കാരൊക്കെ വന്നിട്ട് ഈ പൂക്കൾ ഇത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫിലിം എടുത്തിട്ട് ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഞാനങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഒരു കൗതുകത്തിന് ഇത് കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. രാജാക്കാട്ടിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ കടകളും അടച്ചുപൂട്ടുകയും വീഡിയോ കാസറ്റുകൾ ആക്രിക്കാർക്ക് വിറ്റ് സ്ഥലം ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ നിരവധി ആളുകൾ വിലയ്ക്ക് ചോദിച്ചിട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഇവ വിറ്റഴിക്കുവാൻ മഹേഷ് തയ്യാറായില്ല. ന്യൂസ് 18 ഇടുക്കി. നൂറാൻ കിഴങ്ങ് എന്ന് കേട്ടിട്ടുണ്ടോ? അധികമാരും കേട്ടിട്ടുണ്ടാകാൻ ഇടയില്ല. ആദിവാസി മേഖലയിലെ ഒരു പ്രത്യേകതരം വിഭവമാണ്. പുതിയ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭക്ഷണ വിഭവം. കാണാം നൂറാൻ കിഴങ്ങിന്റെ വിശേഷങ്ങൾ. നമ്മൾ ഇതാണ് എടുക്കാൻ, നൂറാൻ കിഴങ്ങാണ് എടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പണ്ടാച്ചും മണ്ട എടുത്ത് തിന്ന കിഴങ്ങാണ്. ഔഷധ ഗുണമുള്ള കിഴങ്ങാണ്. വേറെ വിഷവും ഇതൊന്നും ഉള്ളതല്ല. നെടുമ കിഴങ്ങ്, നൂറാൻ കിഴങ്ങ്. ഇത് നൂറാൻ കിഴങ്ങാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. പരമ്പരാഗത ഭക്ഷണ രീതികളെ കൈയൊഴിയുന്ന മലയാളിക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് നൂറാൻ കിഴങ്ങ്. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് നൂറാൻ കിഴങ്ങ് പുറത്തെടുക്കുന്നത്. വളരെ ചെറുതാണെങ്കിലും പോഷക സമൃദ്ധം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഔഷധം ഗുണമുള്ള ഒരു ഇതാണ്. നമ്മൾ വേറെ വിഷമൊന്നും ഇല്ലാതെ നമ്മൾ മരുന്നാവും. ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ കാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് മാത്രമല്ല, നെടുവൻ കിഴങ്ങ്, നൂറാൻ കിഴങ്ങ്, ഈ കവലം കിഴങ്ങെന്ന് പറഞ്ഞ ഒരു ഐറ്റം കിഴങ്ങുണ്ട്. അല്ലാതെ കരികിഴങ്ങെന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. ഇതെല്ലാം ഔഷധ ഗുണത്തിലുള്ളതാണ്. നമുക്ക് വേറെ നാട്ടിൽ നിന്ന് പോയി വിഷമായി ഇന്നുപോലെ രോഗം ഇതൊന്നും ഉണ്ടാവില്ല ഇതെടുത്തുനിന്ന് കഴിഞ്ഞാൽ. നവംബർ ഡിസംബർ മാസങ്ങളാണ് നൂറാൻ കിഴങ്ങിന്റെ സീസൺ. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels,
15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network. തുടക്കമായി കൊടലൂർ പാടശേഖര പച്ചക്കറി ഗ്രൂപ്പിലെ 10ഓളം അംഗങ്ങൾ 5 ഏക്കറിലാണ് മഴ കനിയുമെന്ന പ്രതീക്ഷയിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. നെൽകൃഷിക്ക് ജലസേചന സൗകര്യം കുറവായതിനാൽ രണ്ടാം വിള പറ്റാത്ത പള്ളിയാലിലാണ് നെൽകർഷകർ പച്ചക്കറി കൃഷി നടത്തുന്നത്. പട്ടാമ്പി കൊടലൂർ പാടശേഖരത്താണ് കൃഷി. പ്രദേശത്ത് 30 ഏക്കറോളം സ്ഥലത്തെ രണ്ടാം വിള നെൽകൃഷി കൊയ്ത ശേഷം ജനുവരിയിൽ വിപുലമായ പച്ചക്കറി കൃഷി നടത്താറുണ്ട്. അതിൽ വെള്ളമില്ലാത്തതുകൊണ്ട് നെൽകൃഷി ചെയ്യാത്ത സ്ഥലത്താണ് പച്ചക്കറി തൈകൾ. പച്ചക്കറി ക്ലസ്റ്ററിലെ 10 കർഷകർ ചേർന്നാണ് പയർ, വെണ്ട, മത്തൻ, വെള്ളരി, കുമ്പളം, കയ്പ, പടവലം, വഴുതന, കോവൽ എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നത്. മഴ കഴിഞ്ഞില്ലെങ്കിൽ ഈ പച്ചക്കറി കൃഷിയിലും കാര്യമായ വിളവ് ലഭിക്കില്ല. പച്ചക്കറികൾ, പയർ, ചീര, വെണ്ട, കുമ്പളം, പടവ എല്ലാ സാധനങ്ങളും, കയ്പ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. വിളവെടുക്കാൻ ഏകദേശം ഒരു മാസത്തോളം ഇനിയും കഴിഞ്ഞ വിളവെടുപ്പ് ആവുള്ളൂ. ഇപ്പോൾ ഇറക്കി മഴ പോയതിന് ശേഷമാണ് കൃഷി ഇറക്കിയത്. ആദ്യം ഇറക്കിയ കൃഷിയൊക്കെ ഇവരൊക്കെ നശിച്ചു, ആകെ വെള്ളം മുങ്ങിപ്പോയി. രണ്ടാമത് നട്ടത് അതും മുങ്ങി. ഇപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവർ ഈ കൃഷി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. കർഷകർ കരുതി വെച്ചതും പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് നട്ടത്. ചിലർ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും പരീക്ഷിക്കുന്നുണ്ട്. ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പട്ടാമ്പിയിൽ ജീവനി കാർഷിക വിപണി ബ്ലോക്ക് ഓഫീസ് സമുച്ചയത്തിൽ തുടങ്ങിയത് കൃഷിക്കാർക്ക് ആശ്വാസമാകുന്നു. ന്യൂസ് 18 പട്ടാമ്പി. നേരം പോക്കിനായി ആരംഭിച്ച പൂച്ചട്ടി നിർമ്മാണം ഇപ്പോൾ ജീവിതോപാധിയാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ണൂർ കുഞ്ഞിമംഗലം പുതിയ പുഴക്കര സ്വദേശി അഭിലാഷ്. ചെറിയ ചെലവിൽ മനോഹരമായ സിമന്റ് പൂച്ചട്ടികൾ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് ഈ യുവാവ്. കൗതുകത്തിനായി തുടങ്ങിയ പൂച്ചട്ടി നിർമ്മാണമാണ് അഭിലാഷ് തൊഴിലാക്കി മാറ്റിയത്. സ്വന്തം ആവശ്യത്തിനായി നിർമ്മിച്ച പൂച്ചട്ടിക്ക് ആവശ്യക്കാർ എത്തിയതോടെ ഇതിലെ തൊഴിൽ സാധ്യത തിരിച്ചറിഞ്ഞു. വലിയ മുതൽ മുടക്കില്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമന്റ് പൂച്ചട്ടി നിർമ്മാണം കോവിഡ് കാല പ്രതിസന്ധികൾ മറികടക്കാനും ഉപകരിച്ചു. അയൽവാസിയും സുഹൃത്തുമായ സന്ദീപാണ് സിമന്റ് ചട്ടി നിർമ്മാണം പരിചയപ്പെടുത്തിയത്. വിവിധ വലുപ്പത്തിലും ആകൃതിയിലും നിറങ്ങളിലും മനോഹരമായ പൂച്ചട്ടികളാണ് നിർമ്മിക്കുന്നത്.
അപ്പോൾ ഞാനിതുവരെ എൻ്റെ ഒരു തൊഴിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്, അല്ലെങ്കിൽ എൻ്റെ ഒരു സൈഡ് ബിസിനസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ആവശ്യത്തിനാണെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ വീണ്ടും അവർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പിന്നെ ഓക്കെ നോക്കിക്കളയാന്നുള്ള രീതിയിലാണ് ഇപ്പം തുടങ്ങിയത് ചെയ്യാൻ വേണ്ടിയിട്ട്. എംസാൻഡ്, സിമന്റ്, മെറ്റൽ, കമ്പി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായാണ് ചട്ടികളുടെ നിർമ്മാണം. ഒരു ചട്ടി നിർമ്മിക്കാൻ ഒരാഴ്ചയോളം സമയമെടുക്കും. നിർമ്മാണ ജോലികൾ തനിച്ചാണ് ചെയ്യുന്നതെങ്കിലും ചായം പൂശി ആകർഷകമാക്കാൻ ഭാര്യ നിമിഷയുടെ സഹായവും തേടാറുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. മഞ്ഞുകാലത്തെ വരവേറ്റ് മൂന്നാറിൽ ഡെയ്സി പൂക്കളുടെ വസന്തകാലമാണ്. ചോക്ലേറ്റിന്റെ സുഗന്ധം പരത്തി വഴിയോരങ്ങളിലടക്കം ധാരാളം ഡെയ്സി ചെടികളാണ് പൂവിട്ട് നിൽക്കുന്നത്. കാണാം ആ നയന മനോഹര ദൃശ്യങ്ങൾ. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ദ കുപ്പി എന്ന് പറഞ്ഞിട്ട്. അതിലൊരാൾക്ക് ഇങ്ങനെ റെക്കോർഡ് കിട്ടുന്നതായിട്ട് കണ്ടു. അങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ടൈം റിജക്റ്റ് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് വീണ്ടും അസ്ട്രോണമിയുടെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടിങ്ങനെ അത് കൊടുത്തപ്പം അവർ 7 ദിവസം കഴിഞ്ഞിട്ട് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് കിട്ടി. ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. ആദ്യ തവണ നിരസിച്ചെങ്കിലും ജ്യോതിശാസ്ത്രം സംബന്ധിച്ച് ആലിയ തയ്യാറാക്കിയ 6 ബോട്ടിലുകൾക്കാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയോടെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കാനായത്. ന്യൂസ് 18 കടമ്പനാട്. വയലുകളിൽ മോട്ടോർ പമ്പുകൾ ഉപയോഗിക്കുന്നില്ല എന്ന ശാഠ്യം പിടിക്കുന്ന പരമ്പരാഗത കർഷകർ ഇപ്പോഴുമുണ്ട് കാസർഗോഡ് പിലിക്കോട്ടെ വയലുകളിൽ. മുക്കാലിൽ കെട്ടിത്തൂക്കിയ ഉവേണികളിൽ മണിക്കൂറുകൾ അധ്വാനിച്ച് വയലുകളിൽ വെള്ളം നിറയ്ക്കുന്നതിലാണ് ഇവരുടെ സംതൃപ്തി. ആധുനിക കൃഷിരീതികൾ സാർവത്രികമാകുമ്പോഴും പരമ്പരാഗത രീതികളെ മുറുകെ പിടിക്കുകയാണ് പിലിക്കോടുള്ള കർഷകർ. വയലുകളിൽ ജലസേചനത്തിനായി ഉവ്വേണികളെ ആശ്രയിക്കുന്ന നിരവധി കർഷകർ പിലിക്കോട്ട വയലുകളിൽ ഇപ്പോഴും കാണാം. ഇവിടുത്തെ മടിവയൽ, മല്ലങ്കര, കണ്ണങ്കൈ പാടശേഖരങ്ങളിലും തോടുകളിലും നിരവധി ഉവ്വേണികൾ കാണാം. ഉറവയുള്ള പാടങ്ങളിൽ നിന്നും വെള്ളം നീക്കം ചെയ്യാനും കൃഷി ആവശ്യത്തിന് തോടുകളിൽ നിന്ന് വയലുകളിലേക്ക് വെള്ളം എത്തിക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം നീക്കം ചെയ്യുമ്പോൾ വയലിലെ ഉറവയുടെ ചെറു സുഷിരങ്ങൾ അടഞ്ഞുപോകുമെന്ന് ഇവർ പറയുന്നു. ഈ പമ്പ് എന്ന് പറയുമ്പോൾ നിലത്തിലെ ഉറു വലിച്ചെടുക്കും. ഈ തേവി കഴിഞ്ഞാൽ ഉറവ് അങ്ങനെ നിൽക്കും. എപ്പോഴും കണ്ടത്തിന് നല്ല ഉറവാണ്. നട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത വലിച്ച് ഞരവെല്ലാം വലിക്കും. കണ്ടത്തിന്റെ ഞരവെല്ലാം വലിച്ചിട്ട് കളിക്കും. തേവി കഴിഞ്ഞാൽ ലെവലായിട്ട് വരും. അത് ഇതിൻ്റെ ഉള്ള കുളം. രാവിലെയും വൈകിട്ടുമാണ് ഇത്തരത്തിൽ വെള്ളം തേകൽ. വയലുകളുടെ ഈർപ്പവും പശിമയും നിലനിർത്താൻ ഈ രീതിയാണ് അഭികാമ്യമെന്നാണ് കർഷകരുടെ പക്ഷം. ഈ ഞരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി ചെയ്ത് പോയി. ഇതപ്പോഴേ കുളിപ്പുണ്ടാവും. മറ്റേ ഞരവ് പോയി കഴിഞ്ഞാൽ ഞരവ് അടഞ്ഞാൽ നമ്മൾ എൻഷൻ ഞരവ് തന്നെ അടഞ്ഞാൽ പോയില്ലേ, അതുപോലെ കൃഷിയിലും അത് ഇല്ലേതുണ്ട്. അല്ല പണ്ടില്ലവരെ തേവിയിട്ട് മാത്രമേ കൃഷി ചെയ്യൂ. പണ്ടില്ല പറഞ്ഞത് സത്യം പോലല്ലേ. മോട്ടോർ ചടിച്ച കണ്ടത്തിലും മറ്റുള്ള കണ്ടത്തിൽ വ്യത്യാസം. ശാരീരിക ആയാസം ലഘൂകരിക്കാൻ ശ്രമിക്കാതെ നെൽവയലുകളെയും കൃഷിയിലെ പാരമ്പര്യ രീതികളെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരാണ് ഈ കർഷകർ. ന്യൂസ് 18 പിലിക്കോട്. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. ഈ പരിപാടി